ബാധകൾ എന്ന വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് നമ്മളോടൊപ്പം പാസ്റ്റർ മഹേഷ് മണി, അതുപോലെ പാസ്റ്റർ രാജു ജോസഫ് അവർ നമ്മുടെ മധ്യയിൽ കടന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് ബാധകൾ, അല്ലെങ്കിൽ ആംഗ്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്ലേസ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ കർത്താവായ ദൈവം മോശയെയും അഹരോനെയും അവരുടെ അരികിലേക്ക് ചെന്ന് ദൈവ ഇഷ്ടം ഇതാണ്, ജനങ്ങൾ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് അവിടെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഫറോൻ തുടർന്ന് അതിന് വിസമ്മതിച്ചുകൊണ്ട് അതിന് എതിരായിട്ട് നിൽക്കുന്നതായിട്ട്, തടസ്സപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഈ ഭാഗങ്ങൾ, അതായത് അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ കാണുവാൻ സാധ്യമാകുന്നത്, ഫറവോൻ എന്ന് പറയുന്നതായ ഭരണാധികാരി ജോസഫിന് ശേഷമുള്ളതായ കാലയളവിൽ അവർ ഇസ്രായേൽ ജനം പെരുകുന്നത് കൊണ്ടും അവർ മറ്റുള്ളവരുമായി ചേർന്ന് തങ്ങളുടെ രാജ്യത്തെ പിടിച്ചടക്കുമോ എന്നുള്ളതായ ഭയം കൊണ്ടും അവരെ കഠിന വേലയ്ക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നതായ സമയമാണ്. അവരുടെ കണ്ണുനീര് സ്വർഗത്തോളം എത്തിയത് കൊണ്ട് ദൈവം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മോശയെ വിളിച്ച് വേർതിരിച്ചുകൊണ്ട് ആ ദൗത്യം ഏൽപ്പിച്ച് പറഞ്ഞു വിടുന്നു. എന്നാൽ മോശ കടന്നു ചെല്ലുമ്പോൾ ഫറവോനോട് പല ആവർത്തി ദൈവത്തിനാൽ അയക്കപ്പെട്ടവരാണ്, ദൈവം ചെയ്തതായ പ്രവൃത്തികളെക്കുറിച്ചും ദൈവം എന്തിനു വേണ്ടി അയച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ പാഠങ്ങളിൽ നാം പഠിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ വളരെ കൃത്യതയോടുകൂടി പറയുകയാണ്, വിടാം എന്ന് മനസ്സ് വെച്ച മനുഷ്യൻ വീണ്ടും, അഥവാ ഭരണാധികാരി വീണ്ടും തൻ്റെ സ്വഭാവം മാറ്റുന്നു. അങ്ങനെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ബാധകളെ അയക്കുവാനായിട്ട് തീരുമാനിച്ചു. ബാധകളെ അയക്കുമ്പോഴെങ്കിലും ഈ ഫറവോൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ബാധകളെ അയച്ചത്. പക്ഷേ ആ സമയത്ത് പോലും അതിന് മനസ്സ് വയ്ക്കാതെ പലപ്പോഴും പിന്മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഫറവോൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫറവോൻ വിസമ്മതിക്കുന്നത് കാരണം സാമ്പത്തികമായ ഒരു തകർച്ച മിസ്രൈമിൽ ഉണ്ടാകുമെന്ന് ഫറവോൻ അത് മുൻകൂട്ടി കാണുന്നു. എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് ജോലിക്കാരെ ആക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കൂടുതൽ സാമ്പത്തികം കൊടുക്കേണ്ടി വരും. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ അവിടുന്ന് വിടുവിച്ചു കഴിഞ്ഞാൽ അവരുടെയായ വീട്ടിലുള്ളതായ മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയായി ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് മിസ്രൈമ്യരെ നിയമിക്കേണ്ടി വരും. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ഒരു വിസമ്മതം അവിടെ പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇവിടെ ഈ മിസ്രൈമ്യരുടെ ദൈവങ്ങളും സ്വർഗത്തിലെ ദൈവവും ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്നതായ അവിടെയുള്ളതായ ഒരു സംഭവ വികാസങ്ങൾ എന്താണെന്നും പുറപ്പാട് 12:12 അടിസ്ഥാനത്തിൽ അത് എന്താ പറയുന്നതെന്നൊന്ന് വിവരിക്കാനായിട്ട് പറ്റുമോ? ഇവിടെ പുറപ്പാട് 12:12 പറയുന്നതായിട്ടുള്ള കാര്യം, അതായത് ബാധകളുടെ അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് മിസ്രൈമിലെ ആദ്യജാതന്മാർ എല്ലാവരും, കടിഞ്ഞൂളുകളെല്ലാം മരിക്കുകയും സ്വർഗത്തിലെ ദൈവം മറ്റ് ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തുകയും ചെയ്യും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതായത് മിസ്രൈമിലെ മറ്റ് ദേവന്മാരുടെ മേൽ ഇവിടെ സ്വർഗത്തിലെ ദൈവം ന്യായവിധി നടത്തുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മിസ്രൈമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ 1500-ലധികം ദേവീദേവന്മാർ നിലനിന്നിരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് അവരുടെ ആരാധനാ മൂർത്തികൾ നിലനിന്നിരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രാജാക്കന്മാരെ, ഫറവോന്മാരെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു എന്നും ചരിത്രം പറയുന്നു. അപ്പോൾ ഇത്രത്തോളം കപട ദേവന്മാർ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ദേവീദേവന്മാർ 1500-ലധികം പേരെ ആരാധിച്ചിരുന്നതായിട്ടുള്ള ഒരു ദേശം. ഇനി നമ്മൾ ബാബിലോണിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ചരിത്രം പറയുന്നത് 938-ലധികം വ്യത്യസ്തങ്ങളായിരുന്ന ക്ഷേത്രം ഈ ബാബിലോൺ പട്ടണത്തിനുള്ളിൽ തന്നെ നിലനിന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ ഇതുപോലെയുള്ള മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള പ്രകൃതി ശക്തികളൊക്കെയും മനുഷ്യൻ ആരാധിച്ചു പോന്നിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇതേ ഒരു സംഭവ വികാസം തന്നെയാണ് മിസ്രൈമിലും നിലനിൽക്കുന്നത്. ദൈവം എന്തുകൊണ്ട് 7 ബാധകളെ അയച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങളെയും അവർ ആരാധിച്ചു പോന്നിരുന്നു. അത് തന്നെ ദൈവം ബാധകളായിട്ട് അവരുടെ ഇടയിലേക്ക് വിട്ട്
അതിലൂടെ അവരെ തകർക്കുന്നു, അല്ലെങ്കിൽ അതൊന്നുമല്ല യഥാർത്ഥ ദൈവം എന്ന് ദൈവം അവരെ പഠിപ്പിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കും. അവിടെ സ്വർഗത്തിലെ ദൈവം ആ ദൈവങ്ങളെ ന്യായം വിധിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേകം ദൈവങ്ങളെ നാം വെച്ച് പുലർത്തുന്നുണ്ട്. ഈ ദൈവങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ, സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ഇടം നമ്മുടെ ഹൃദയത്തിൽ നൽകുവാൻ, ദൈവം എന്നെ ഭരിക്കട്ടെ, എന്നെ നയിക്കട്ടെ എന്നുള്ള ആ ചിന്ത, അങ്ങനെയുള്ളതായ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, വേദപുസ്തകം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. അപ്പോൾ പുതുക്കത്തിൻ്റെ ആത്മാവുള്ളവനായ ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവീകമാകുന്നതായ പാതയിൽ ദൈവവുമായിട്ടൊരു ഈടാർന്ന ബന്ധത്തിലുള്ളതായ ഒരു ജീവിതം നയിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ സാമൂഹിക ചുറ്റുപാടുകളാൽ നാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾക്ക് അനുസൃതമായി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടിരിക്കും. അത് നമ്മുടെ വ്യക്തി ജീവിതത്തെ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള ജീവിത അന്തരീക്ഷത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടും. നമ്മൾ ഭൗമികമാകുന്ന ധനസുഖങ്ങൾ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കും. മറ്റുള്ളവരെക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഒരു ജീവിത നിലവാരം മാറണമെന്ന് ആഗ്രഹിക്കും. ധനസമൃദ്ധി ആഗ്രഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സുഖലോലുപന്മാരായി ജീവിക്കുക, നല്ല ഭക്ഷണക്രമം ഉണ്ടാകുക, നല്ല വസ്ത്രം ധരിക്കുക, ഇങ്ങനെയുള്ളതായ ലൗകികമാകുന്ന കാര്യങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നാം ദൈവീകമാകുന്ന അനുഭവത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കൊണ്ടേ ഇരിക്കുന്നതായി കാണുവാൻ സാധ്യമാകും. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അവർ അനുഭവിച്ചിരുന്നതായ ആ ഇസ്രായേൽ മക്കളെ അടിമകളായി വെച്ചുകൊണ്ടിരുന്നതായ ജനങ്ങൾ വിചാരിച്ചിരുന്നത്, ഇവർ അവരുടെ ദൈവത്തെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൗകികമാകുന്ന അവസ്ഥയിൽ എല്ലാം വ്യതിയാനമുണ്ടാകുകയും ഞങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്യുമെന്ന് ഉള്ള ഒരു ചിന്താഗതി അവരുടെ ജീവിതത്തിലുണ്ടായി. നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേക ദൈവങ്ങളെ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. നമ്മുടെ കൺമോഹം, അതുപോലെ നമ്മുടെ ഇച്ഛാശക്തികൾ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വ്യക്തിപരമായ ചില ദൈവങ്ങൾ നമ്മൾക്കുണ്ട്. അത് നമുക്ക് വേദപുസ്തകം പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മുടെ കൺമോഹം, മനസ്സിൻ്റെ ചിന്തകൾ, അതുപോലെ നാം കാണുന്നതായ ഓരോ പ്രവൃത്തികൾ, ഇതൊക്കെയും നമ്മൾ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നാം പിൻപറ്റുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്തു ചെയ്യും? ദൈവിക തേജസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവികമാകുന്ന ആ ഇച്ഛാശക്തിയിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകും. ആയതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടത്, ഇപ്രകാരമുള്ള ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ദൈവികമാകുന്ന ചിന്തയിൽ കൂടി ദൈവികമാകുന്ന സത്യത്തിലേക്ക് തന്നെ നയിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥനയുള്ളവരായി, ദൈവിക വചനം പഠിക്കുന്നവരായി, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിലായി തീരേണ്ടിയിരിക്കുന്നു. അതായത് നമ്മളെ ഭരിക്കുന്ന ആ ദൈവങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കേണ്ടത് സർവശക്തനായ ദൈവമാണ്, സ്വർഗത്തിലെ ദൈവമാണ്, അല്ലാതെ നമ്മുടെ ചിന്തകളോ നമ്മുടെ ഇച്ഛാശക്തികളോ അതൊന്നുമല്ല. അതിനാൽ ദൈവത്തിന് ഇടം കൊടുക്കാൻ ദൈവം സഹായിക്കട്ടെ. നല്ലൊരു ചർച്ചയാണ്. നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. നല്ലൊരു ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം നാം തുടരുന്നതായിരിക്കും. പാതകൾ എന്ന വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ബാധകളെക്കുറിച്ച്, പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മളെ ഭരിക്കേണ്ടത് അത് ദൈവമാണ്. പുറപ്പാട് 7:13-14 ഇങ്ങനെയുള്ള ഈ വാക്യങ്ങളിൽ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് പറയുന്നതെന്ന് വിവരിക്കാൻ പറ്റുമോ? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ബാധകളൊക്കെയും ഇസ്രായേൽ ജനങ്ങളുടെ മേൽ വന്നെങ്കിലും ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി തന്നെ വച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതായത് ഇത്രയും സംഭവ വികാസങ്ങളൊക്കെയും ഫറവോൻ്റെ ജീവിതത്തിലും ഫറവോൻ്റെ ദേശമായിരിക്കുന്ന, ഫറവോൻ ഭരിക്കുന്നതായിട്ടുള്ള മിസ്രൈം ദേശത്തൊക്കെയും ഉണ്ടായിട്ടും ഫറവോൻ്റെ ഹൃദയം ഫറവോൻ കഠിനമാക്കി തന്നെ വച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതായത് ഈ ഓരോ ബാധകളും മിസ്രൈം ദേശത്ത് അയക്കപ്പെടുമ്പോൾ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ഫറവോൻ ഇതൊക്കെയും കണ്ട് മനം തിരിയണമെന്നുള്ളതാണ്. അതായത് ഇതിനൊക്കെയും ഫറവോൻ വിട്ടു പോരണമെന്നുള്ളതാണ്. ദൈവാത്മാവിനെ പ്രവർത്തിക്കുവാൻ ഫറവോൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കണമെന്നുള്ളതാണ് ആ ദൈവിക പദ്ധതി. എന്നാൽ ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് ദൈവത്തിനെതിരെ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഫറവോൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സംഹാരത്തിന് അല്ലെങ്കിൽ ദേശം മുഴുവനും ഒരു നാശത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആദ്യജാതന്മാരുടെ എല്ലാം മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോവുകയും അങ്ങനെ സകലരും അല്ലെങ്കിൽ ആദ്യജാതന്മാരെല്ലാം നഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു സാഹചര്യം മിസ്രൈം ദേശത്തുണ്ടാകുന്നു. കാരണം ദൈവം പറയുന്നു നിങ്ങൾ 70 വട്ടം ക്ഷമിക്കണമെന്ന്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ദൈവം പറയുക മാത്രമല്ല, ആ ദൈവിക സ്വഭാവം ദൈവം നടപ്പിലാക്കുകയും ചെയ്യുന്നു. മിസ്രൈം ദേശത്തിനും ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ ദേവന്മാരുടെ മേൽ ദൈവം അയക്കുന്ന സമയത്തും അവർക്ക് മാനസാന്തരത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളെ ദൈവം നൽകുന്നു. എന്നാൽ ഇതിനെയൊക്കെയും ഫറവോൻ തിരസ്കരിച്ചുകൊണ്ട് താൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടേയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. താങ്ക് യു. അപ്പം നമ്മൾ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ്, നമ്മുടെ മുന്നിൽ നന്മയും തിന്മയും ഉണ്ട്. നമ്മുടെ മുന്നിൽ അനേക കാര്യങ്ങളുണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാം. നല്ലതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മളെ തന്നെ എങ്ങനെ നമുക്ക് ഒരുക്കുവാനായിട്ട് സാധിക്കും? നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കുക എന്ന് പറയുന്നത്, നാം നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള ഒരു വൈഭവം ഉണ്ടാകണം, ഒരു അറിവുണ്ടാകണം. ആ അറിവുണ്ടാകണമെങ്കിൽ അത് നമുക്ക് ഹൃദ്യസ്ഥമാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടി മാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തെ നാം ആഴമായി പഠിക്കുകയും അതിലടങ്ങിയിരിക്കുന്നതായ സത്യത്തെ വിവേചിച്ചറിയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നീതിപാതകളിൽ കൂടി നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാനായിട്ട് സാധ്യമായി തീരും. അല്ലാത്ത പക്ഷം നാം ദൈവീക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെയും ദൈവവചനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രഹിക്കാതെയും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരാജയമായി മാറുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരിക്കലും നമുക്കൊരു നല്ല ദൈവ പൈതലായി ജീവിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. നമ്മൾ ദൈവീയ സന്നിധിയിൽ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ, വേദപുസ്തകം വായിക്കുവാൻ, ദൈവീയമായ ഗാനങ്ങൾ ആലപിക്കുവാൻ, ദൈവമക്കളുമായുള്ള ഒരു സഹവാസം, അതിൻ്റെ കൂട്ടായ്മകൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആണെങ്കിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ശരിയായ രീതിയിൽ നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കുമെന്നതിൽ സംശയമില്ല. മിസ്രൈമിൽ അനേക ബാധകളുണ്ടായി. ഈ ബാധകളെ കുറിച്ച് അതെന്തൊക്കെയാണ് എന്നും അതിൻ്റെതായ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം ഒന്ന് പറയാൻ പറ്റുമോ? ദൈവം മിസ്രൈമിയുടെ മേൽ ഈ 10 ബാധകളെ അയക്കുന്നതിനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടൊരു കാര്യമുണ്ട്. ദൈവം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്ത് നിന്നും വെടിപ്പിക്കുവാൻ മോശയെ ആക്കി തീർക്കുന്ന സമയത്ത് ദൈവവും മോശയും തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നു. അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ മോശയെ ഒഴിവുകഴിവുകൾ പറയുകയാണ്, അല്ലെങ്കിൽ മോശയുടെ കുറവുകളെ മോശ അവിടെ നിരത്തുകയാണ്. ആ സമയത്ത് ദൈവം ഒരു 3 അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ദൈവം മോശയോട് ചോദിക്കുന്നു, മോശ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ ഇസ്രായേൽ ജനങ്ങളോട് പോയി പറയുമ്പോൾ അവർ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ദൈവം 3 അത്ഭുതങ്ങളെ കാണിക്കുകയാണ്. ഒന്നാമതായിട്ട് ദൈവം ചോദിക്കുകയാണ്, മോശ നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? അപ്പോൾ മോശ പറയുകയാണ് വടി. അത് നിലത്തിടാൻ പറഞ്ഞു. മോശ നിലത്തിട്ടു. അപ്പോൾ അത് സർപ്പമായി തീർന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് കണ്ട് മോശ അവിടെ നിന്ന് ഓടിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം മോശയോട് കൽപ്പിക്കുന്നു, അതിൻ്റെ വാലിൽ പിടിച്ചെടുക്കാൻ പറയുന്നു. അങ്ങനെ ആ സർപ്പം വീണ്ടും വടിയായിത്തീരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ദൈവം മോശയെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മോശയോട് പറയുകയാണ്, ആ സർപ്പം പിശാചിനെ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ ദൈവം മോശയോട് പറയുകയാണ്, ഈ മിസ്രൈം ദേശം മുഴുവനും പിശാചിൻ്റെ അധീനതയിലാണ്. ഈവൻ നിൻ്റെ കയ്യിലിരിക്കുന്ന സ്വഭാവം പോലും, ആ വടി പോലും ആ സർപ്പമായി തീരുന്നത് നീ കണ്ടു. അതിനർത്ഥം ഇത് മുഴുവനും പിശാചിൻ്റെ അധീനതയിലിരിക്കുകയാണ്. അവിടെ നിന്നും നീ നിൻ്റെ ജനത്തെ വിടുവിക്കണം. രണ്ടാമതായിട്ട് ദൈവം കാണിക്കുന്നതായിട്ടുള്ള അത്ഭുതം എന്ന് പറയുന്നത്, ദൈവം മോശയോട് പറയുന്നത് നിൻ്റെ കൈ മാറിടത്തിലേക്ക് ഇടാൻ പറയുന്നു. മോശ കൈ മാറിടത്തിലേക്ക് ഇട്ടു. അത് കുഷ്ഠരോഗമുള്ളതായി തീർന്നു. തിരിച്ച് വീണ്ടും മാറിടത്തിലേക്ക് ഇട്ടപ്പോൾ പഴയ അവസ്ഥയിലേക്ക് മാറുന്നു. ദൈവം മോശയെ പഠിപ്പിക്കുകയാണ്, ഇത് പാപപങ്കിലമായ ലോകമാണ്. ഈ മിസ്രൈം ദേശം ഇസ്രായേൽ ജനങ്ങൾക്ക് അനുകൂലമല്ല. ഇവിടെ രോഗങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ ജനത്തെ ഇവിടെ നിന്നും വിടുവിച്ചേ മതിയാവുകയുള്ളൂ. മൂന്നാമതായിട്ട് ദൈവം വീണ്ടും പഠിപ്പിക്കുകയാണ്. പറഞ്ഞു, നൈൽ നദിയിലെ വെള്ളം കോരി നിലത്തൊഴിക്കാൻ പറഞ്ഞു. അത് രക്തവർണ്ണമായി തീർന്നു. നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ നദിയിലെറിഞ്ഞു കൊല്ലണം. ശരിക്കും ആ രക്തവർണ്ണം കാണിക്കുന്നത് അനേകം കുഞ്ഞുങ്ങളുടെ ജീവനെ അപഹരിച്ചതായിട്ടുള്ള ഒരു നൈൽ നദി.
അനേകം പേരുടെ രക്തം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു ദേശമാണത്. ഇനിയും നിങ്ങളിവിടെ പാർത്താൽ നിങ്ങൾക്ക് ഇനിയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് നീ കൊണ്ടുപോകണം എന്ന് ദൈവം മോശയോട് കൽപ്പിക്കുന്നു. എന്നാൽ മോശ അപ്പോഴും ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സംഭവം തന്നെ ഈ 10 ബാധകളുടെ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ഒന്നിനു പുറകെ ഒന്നായിട്ട് ബാധകളെ അയച്ചുകൊണ്ടിരിക്കുന്നു. അത് കാണുന്ന സമയത്ത് ഫറവോന് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അത് മാറിപ്പോകുമ്പോൾ ഫറവോൻ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് കടന്നു പോകുന്നു. ഇത് ദൈവം മിസ്രയീമ്യരുടെ ആ ദേവന്മാരെ വെല്ലുവിളിക്കുന്നതോടൊപ്പം തന്നെ ആ ദേശത്തിൻ്റെ അവസ്ഥയും സ്വർഗത്തിലെ ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ അപ്പോൾ ഇങ്ങനെ തുടർന്ന് നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു. ഈ ബാധകളിലൂടെയും എല്ലാം ഫറവോനും അവൻ്റെ ആയ സൈന്യത്തിനും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നവർക്ക് ഒരു വലിയൊരു അനുഭവത്തിൻ്റെ ഒരു പാഠം അവിടെ ഈ ബാധകളിലൂടെ അവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നമ്മൾ നിരന്തരമായിട്ട് നാം ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താ സംഭവിക്കുന്നത്? നിരന്തരമായി നാം ദൈവത്തെ തിരസ്കരിച്ചാൽ ദൈവത്തിൻ്റെ കോപം ഏൽക്കേണ്ടി വരുമെന്നുള്ളത് സുനിശ്ചിതമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധ്യമാകും ദൈവം പാപിയെ സ്നേഹിക്കുകയും എന്നാൽ പാപത്തെ വെറുക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നാം വസിക്കുമ്പോൾ മാത്രമേ ദൈവിക അനുഭവം നമുക്ക് അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ശരി, നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഒരു നല്ലൊരു ചർച്ചയാണ്. നമ്മളിതാ വീണ്ടും പെട്ടെന്ന് തിരികെ എത്തുന്നു. ബാധകൾ എന്ന വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ഈ ബാധകൾ, പ്ലേഗ്സ്, അതിനോടനുബന്ധിച്ചുള്ള അനേക കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വരികയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ആ വിഷയം നിരന്തരമായിട്ട് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ആ വിളിയെ തിരസ്കരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. അതിനോട് കൂടുതലായിട്ട് എന്താണ് പറയാൻ പറ്റുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ നാം വിമുഖത കാണിച്ചാൽ പലപ്പോഴും പ്രതിസന്ധികൾ നേരിടുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുതന്നെയാണ് നമ്മൾ ഫറവോൻ്റെ കഥയിൽ കൂടിയും മനസ്സിലാക്കിയത്. ഫറവോൻ നിരന്തരമായി ദൈവത്തെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഫറവോൻ്റെ ഇച്ഛകൾക്കായിട്ട് ജനത്തെ നയിക്കുവാനും തൻ്റെ ചുറ്റുപാടുകളെ ആക്കി തീർക്കുവാനും ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് പ്രതിസന്ധി നേരിടുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. വേദപുസ്തകത്തിൽ അനേകരെ നമുക്ക് കാണുവാൻ സാധ്യമാകും. അപ്രകാരം നെബൂഖദ്നേസർ എന്ന് പറയുന്നതായ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എല്ലാത്തിൻ്റെയും നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ സ്വയമേ അഹങ്കരിച്ചതായ ഒരു മനുഷ്യനായി തീർന്നു. അദ്ദേഹം ഒരു ബിംബത്തെ ഉണ്ടാക്കി നിർത്തിയിട്ട് പറയുകയാണ്, ഇതിനെ നമസ്കരിക്കണം, അല്ലെങ്കിൽ അതിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ. ഇങ്ങനെ പറയുകയും പിന്നീട് പല സമയങ്ങളിലും പറയുന്നുണ്ട് ദാനിയേലിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളയുന്ന ഒരവസ്ഥ വന്നപ്പോഴത്തേന് എന്ത് ചെയ്ത് പുല്ല് തിന്നുന്ന ഒരു കാളയ്ക്ക് സദൃശമായിട്ട് 7 വർഷക്കാലം പുല്ല് തിന്നാനായിട്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഓർക്കേണ്ടത് ഇത് തന്നെയാണ്. വേദപുസ്തക ചരിത്രങ്ങൾ നമ്മളെ കാണിക്കുന്നത് നാം ദൈവത്തെ നിരന്തരം തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ ശിക്ഷാവിധി നമുക്ക് കാത്തിരിക്കേണ്ട, അത് നമുക്ക് ആ മാത്രയിൽ തന്നെ ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. നിരന്തരമായ ഒരു മനുഷ്യൻ ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നാശം സംഭവിക്കും. തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ വളർച്ചയല്ല, അവൻ്റെ ജീവിതത്തിൽ എന്താണ് താഴ്ചയാണ് സംഭവിക്കുന്നത്. ഉയർച്ചയല്ല, താഴ്ചയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ ലാഭമല്ല, നഷ്ടമാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ ദൈവത്തെ തിരസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് നമുക്ക് കഥയുടെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ആനന്ദവും സന്തോഷവും എല്ലാവിധമായ സമ്പൽ സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നവരായിരിക്കണം. ദൈവവുമായിട്ടുള്ള സഹവാസത്തിന് എപ്പോഴും തയ്യാറുള്ളവരായിരിക്കണം. നമ്മൾ വേറൊരു കാര്യം നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ദൈവം നന്മയും തിന്മയും വെച്ചിരിക്കുകയാണ്. നന്മയും തിന്മയും ദൈവം വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനത് തിരഞ്ഞെടുക്കുവാനും അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുവാനും കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് പാസ്റ്റർ മകേഷ് എന്തെങ്കിലും പറയാനായിട്ട് കഴിയുമോ? ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെ പറയുന്നു, അനുഗ്രഹവും ശാപവും അതുപോലെ ജീവനും മരണവും ഞാൻ നിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും അവിടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം സ്വർഗത്തിലെ ദൈവം നൽകി. ദൈവം മനുഷ്യനോട് പറയുന്നു, നീ നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. അതിനർത്ഥം
ദൈവം മറ്റൊരു വൃക്ഷവും അവിടെ വിലക്കുന്നില്ല. ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ ഭക്ഷിക്കരുത്. അവിടെ ദൈവം ആ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അതോടൊപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് ഭക്ഷിച്ച് എന്നേക്കും ജീവിച്ചിരിക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിൻ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ ആ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ അടിമകളാക്കിയല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളാക്കിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം അത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള തിക്ത അനുഭവങ്ങളുണ്ടാകും. നമ്മൾ നല്ലത് തിരഞ്ഞെടുത്താൽ അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് നന്മയായിരിക്കും, നല്ലതായിരിക്കും. നമ്മൾ മോശത്തെ തിരഞ്ഞെടുത്താൽ നമ്മുടെ പരിണിത ഫലം എന്ന് പറയുന്നത് അത് മോശമായിരിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാന ഭാഗത്ത് പറയുന്നത്, നന്മ ചെയ്യുന്നവൻ ഇനിയും നന്മ ചെയ്യട്ടെ. നല്ലത് തിരഞ്ഞെടുക്കുന്നവന് നല്ല അനുഭവം, തിന്മ ചെയ്യുന്നവൻ അല്ലെങ്കിൽ അഴുക്കാളുന്നവൻ ഇനിയും അഴുക്കാളട്ടെ. അവൻ്റെ ജീവിതത്തിൽ പിന്നെ തിക്ത അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതേ കാര്യം തന്നെ ഫറവോൻ്റെ ജീവിതത്തിലും കാണുവാൻ സാധിക്കും. ദൈവത്തിന് വേണമെങ്കിൽ ഈ മോശയെ അയക്കാതെ, അല്ലെങ്കിൽ ഈ ബാധകളെ ഒന്നും അയക്കാതെ ഞൊടിയിടയിൽ ഫറവോനെ കൊന്നിട്ട് ദൈവത്തിന് അവരെ വിളിച്ചുകൊണ്ട് പോകാമായിരുന്നു. ഈസിയായിട്ട് ദൈവത്തിന് അത് സാധിക്കും. എന്നാൽ ദൈവം ഫറവോന് അവിടെ മാനസാന്തരത്തിൻ്റെ അനുഭവം നൽകുന്നതിന് വേണ്ടി മോശയെ അയക്കുന്നു, അഹരോനെ അയക്കുന്നു. അതിനുശേഷം മനം തിരിയാത്ത ഫറവോൻ്റെ മുന്നിലേക്ക് 10 ബാധകളെ വയ്ക്കുന്നു. അവസരത്തിന് മേൽ അവസരം ദൈവം അവിടെ നൽകുകയാണ്. അപ്പോഴും ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നതിലൂടെ, അവൻ തിന്മ തന്നെ തിരഞ്ഞെടുക്കുന്നതിലൂടെ അതിൻ്റെ തിക്ത അനുഭവം അവൻ അവസാനം അനുഭവിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകളെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സംശയമില്ല. താങ്ക് യു. പുറപ്പാട് 9:27 അതിൽ എന്താ പറയുന്നതെന്ന് വിവരിക്കാൻ പറ്റും? പുറപ്പാട് 9:27 വാക്യം പറയുന്നു, അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ. ഇത് ഒരു പൊയ്മുഖത്തോടു കൂടിയുള്ള ഒരു ഒരു സ്വീകാര്യതയാണ്. നിങ്ങളുടെ ദൈവം യഥാർത്ഥ ദൈവമാണ് എന്ന് പറയുന്നു, ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണെന്ന് പറയുന്നു. നമ്മൾ വിചാരിക്കും ഫറവോൻ മാനസാന്തരപ്പെട്ടായിരിക്കുമെന്ന്. പക്ഷേ അത് തീർച്ചയായിട്ടും നമുക്ക് തുടർന്നുള്ളതായ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധ്യമാകും. ഒരു യഥാർത്ഥ പശ്ചാത്താപമോ യഥാർത്ഥ മാനസാന്തരമോ വരുത്തിയിട്ടല്ല. ഇത് ഞാൻ അല്പം മുമ്പ് പ്രതിപാദിച്ചതുപോലെ നെബൂഖദ്നേസർ എടുത്ത തീരുമാനം പോലെ തന്നെയാണ്. ദാനിയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവന് എതിരെ പ്രവർത്തിക്കുന്നവൻ്റെ ഭവനം ഞാൻ കുപ്പക്കുന്നാക്കുമെന്ന് പറഞ്ഞ് അവസാനം തിരിഞ്ഞ് വീണ്ടും ദൈവത്തെ തള്ളിപ്പറഞ്ഞു. ഇത് തന്നെയാണ് ഫറവോനും ഇവിടെ ചെയ്തത്. യഥാർത്ഥമായ ദൈവത്തെ അറിഞ്ഞു, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വഴിയിൽ ഞാൻ ജീവിക്കുവാനായിട്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തെന്ന് പറഞ്ഞില്ല. ഒരു സാക്ഷ്യം പോലെ, അല്ലെങ്കിൽ ഒരു പൊയ്മുഖത്തോടു കൂടി പറഞ്ഞ്, നീ പറഞ്ഞത് നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, ഞാനും എൻ്റെ ജനവും എന്ത് ചെയ്യാണ്, തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു യഥാർത്ഥ മാനസാന്തരമല്ല. നല്ലൊരു ചർച്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ മഹേഷ് ചുരുക്കമായി പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ചർച്ചയിലുടനീളം എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഇത് മുഖാന്തരം കർത്താവേ അനേകരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായ കാൽവരിയിൽ മരിച്ചുയർത്ത് നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചോളും. മാന്യപ്രേക്ഷകരെ, വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. അനേക കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തെ നിരന്തരമായി തിരസ്കരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാശവും നഷ്ടങ്ങൾ സംഭവിക്കുമെന്ന നല്ല അനേക കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.